ഇപ്പൊ കാർഗിൽ യുദ്ധത്തിലൊക്കെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അതിൽ ഗുരുവിന്റെ ഇടപെടൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അന്ന് യുദ്ധം നടന്ന സമയത്ത് നെഹ്റുവിനെ കാണാൻ വേണ്ടി കുറച്ച് സന്യാസിമാർ രഹസ്യമായിട്ട് നെഹ്റുവിന്റെ ഓഫീസിൽ ചെന്നിരുന്നു എന്ന് പറയുന്ന സന്യാസിമാരാണ് യുദ്ധം ചെയ്തത്. ഒരു വൻ പ്രാവശ്യം തന്നെയാണ് പാകിസ്ഥാൻ. ഒറ്റ ദിവസം കൂടെ അവരെ മുട്ട് കുത്തിച്ചു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ആക്രമണം വന്നിട്ട് ഇന്ത്യ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല അവർക്ക്. അപ്പൊ പ്രകാശ വർഷം 1000 വർഷം വേണം ഇത് കടന്നു പോയ പ്രകാശത്തിന്. പക്ഷെ ഇവിടെ ഇത് മാറ്റം വരുന്ന അതേ സമയത്തിന് അവിടെ മാറ്റും. നമ്മൾ ഫ്യൂച്ചറിൽ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ആറ്റത്തിന് ഇപ്പോഴേ മനസ്സിലാവും. ആറ്റത്തിന് നമ്മൾ എങ്ങനെ മാറ്റാൻ പോകുന്നത് ആറ്റത്തിന് നേരത്തെ അറിയാം. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് എന്തോ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടൈം ട്രാവലിംഗ് സാധ്യമാകും എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് എന്തെല്ലാണോ നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ളത്, കർമ്മമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ അക്യൂർ ചെയ്തത്, അതുകൂടി കൂടിയാണ് നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇതിങ്ങനെയൊന്നും സംഭവിക്കരുത്. ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇങ്ങനെ കംപ്ലീറ്റ് അടിച്ചു പൊളിക്കാനൊന്നും കഴിയുമെന്നില്ല. അല്ലേ? ശരിയല്ലേ? കാരണം അവരത്ര മോശം ടെക്നോളജി ഉള്ള ആൾക്കാരൊന്നുമല്ല. ലോകത്തിലെ നമ്പർ 1 ടെക്നോളജി ആയിട്ടുള്ള ചൈനയുടെയും അമേരിക്കയുടെ സപ്പോർട്ട് കൂടി നിൽക്കുന്ന രാജ്യങ്ങളാണ്. പലപ്പോഴും ഇതൊക്കെ ഒരു കോൺസ്പിറൻസി തിയറി ആയിട്ടാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. പക്ഷെ അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്, അന്ന് യുദ്ധം നടന്ന സമയത്ത് നെഹ്റുവിനെ കാണാൻ വേണ്ടി കുറച്ച് സന്യാസിമാർ രഹസ്യമായിട്ട് നെഹ്റുവിന്റെ ഓഫീസിൽ ചെന്നിരുന്നു എന്ന് പറയുന്ന കുറെ കഥകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അന്ന് ഇതേപോലെ സന്യാസിമാരാണ് യുദ്ധം ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കോൺഫറൻസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിനുശേഷമാണ് നെഹ്റു ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അങ്ങനെ പറഞ്ഞ കുറെ കഥകളൊക്കെ ഉണ്ട്. അതും ഇതുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ കഴിയും? പറയാൻ പറ്റില്ല. പക്ഷെ സന്യാസിമാർക്ക് ഇപ്പൊ നെഹ്റുവിനെ കാണേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഗുരുക്കന്മാർക്ക് അവർക്ക് അതിനുള്ള പവർ ഉണ്ട്. ഇപ്പൊ കാർഗിൽ യുദ്ധത്തിലൊക്കെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അതിൽ ഗുരുവിന്റെ ഇടപെടൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതേ തിയറി ഞാനിവിടെ പിന്നെ സിന്ധുവിന്റെ കാര്യത്തിലും, കാരണം അത് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു വൻ പ്രാവശ്യം തന്നെയാണ് പാകിസ്ഥാൻ. ഒറ്റ ദിവസം കൂടെ അവരെ മുട്ട് കുത്തിച്ചു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ആക്രമണം വന്നിട്ട് ഇന്ത്യ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല അവർക്ക്. പക്ഷെ അപ്പുറത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് നോക്കിയപ്പോൾ 24 hours സകല അവരുടെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ അടിച്ചു തകർത്തു. ഇന്ത്യ തന്നെ പറഞ്ഞു 24 സ്പോട്ടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 9 അടുത്ത് മാത്രമേ ഞങ്ങൾ അടിക്കുന്നുള്ളൂ. ഇനി ഞങ്ങളെ കൂടുതൽ ശല്യം ചെയ്യാൻ പറ്റില്ല. കാരണം പണ്ടത്തെ പോലെ അല്ലേ ഇതൊക്കെ. ഇപ്പം സാറ്റലൈറ്റ് പിക്ചറിലൂടെ ആർക്കും കാണാവുന്നതാണ്. പാകിസ്ഥാൻകാർ പല കഥകളും പറയുന്നുണ്ട്. അത് ജനങ്ങളെ ഇതാക്കാൻ വേണ്ടിയില്ല. ഇന്റർനാഷണൽ എന്താണ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയെ നമുക്ക് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ലോക രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ അറിയാം ഇന്ത്യ അവരെ അടിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വ്യക്തമാണ്. എല്ലാവർക്കും എല്ലാ വലിയ രാജ്യങ്ങൾക്കും സാറ്റലൈറ്റ് സംഭവങ്ങളുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് പാകിസ്ഥാനിൽ എന്നുള്ള. അവർക്ക് ഒരൊറ്റ ദിവസം ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ. ഇതൊന്നും ഇപ്പൊ രഹസ്യമൊന്നുമല്ല. ഇത് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഇത് നാസയ്ക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇത് ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനി തിരിച്ച് നമ്മള് ക്വാണ്ടം ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ക്വാണ്ടം ഹീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇത് എനർജി ഹീലിംഗ് അല്ല, ഇതിൽ എനർജി ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്? ഇത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. ഒരു ഗുരുവിന്റെ അണ്ടറിൽ പഠിച്ചെടുക്കണം. എന്റെ ഒരു ഫ്രഞ്ചുകാരനാണ് പഠിപ്പിച്ചത്. ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം ഹീലിംഗ് ഇതൊന്നും പിന്നെ ആക്ച്വലി ഇന്ത്യയിൽ നിന്ന് പോയതാണ്. ഇന്ത്യയിലെ ഉപനിഷത്തിലൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള തിയറി ഉള്ളത്. പക്ഷെ നമ്മൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ഫ്രഞ്ചുകാരനായിട്ടുള്ള ഗുരുവിനെ കണ്ടെത്തിയ ശേഷമാണ് ഇത് പഠിച്ചെടുക്കുന്നത്. അപ്പൊ അയാൾക്ക് എനിക്ക് തന്ന ട്രെയിനിങ്, ആ ഇന്റൻഷൻ എങ്ങനെ ഉപയോഗിക്കണം, അത് നമ്മൾ ഏത് ബേസിൽ നിന്ന് ഒരു എന്താ പറയാ നമ്മുടെ മനസ്സിന്റെ പൊസിഷൻ എവിടെയായിരിക്കണം, ബോധതല എവിടെയായിരിക്കണം, അവിടെ നിന്ന് നമ്മൾ ആ ബോധമായിട്ട് ക്ലയന്റിന്റെ ബോധമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നു. ഇന്റൻഷനിലൂടെ തന്നെ. ഇപ്പൊ ഞാൻ രാഹുലിന്റെ ബോധമായിട്ട് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത ശേഷം എനിക്ക് അവിടെ വേണ്ട മാറ്റങ്ങൾ എന്താണ് വരുത്തേണ്ടത് എന്നുള്ളത് എനിക്ക് എന്നിൽ എന്നൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റും. അതിന് നിങ്ങൾ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റും. ഇനി 100 പിന്നെ എന്താ പറയാ പ്രകാശ വർഷങ്ങൾക്കപ്പുറം നിന്ന് കഴിഞ്ഞാലും മാറ്റം. ഇതൊക്കെ ക്വാണ്ടം ഫിസിക്സിന്റെ തിയറിയാണ്. ലോ ഓഫ് എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയും. കാരണം എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു ആറ്റത്തിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ, മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ
1000 പ്രകാശവർഷം അവിടെ അകന്നു നിൽക്കുന്ന അതിന്റെ അതായത് കണക്ട് ചെയ്തിട്ടുള്ള മറ്റേ ആറ്റത്തിന് അതേ സമയത്ത് തന്നെ മാറ്റം ഉണ്ടാവും. അപ്പൊ പ്രകാശവർഷം 1000 വർഷം വേണം ഇത് കടന്നു പോകാൻ പ്രകാശത്തിന്. പക്ഷെ ഇവിടെ ഇത് മാറ്റം വരുന്ന അതേ സമയത്ത് തന്നെ അവിടെ മാറ്റം വരും. ഒരു കാന്തം ഫീൽഡ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ കാന്തത്തിന് സമയം ഒരു ഫീൽഡ് ഉണ്ട്, ഒരു കണക്ഷന്റെ ഒരു ഫീൽഡിന്റെ സമയം വേണ്ട. ഈ സമയം എന്ന് പറയുന്നതിന്റെ ക്വാണ്ടം ഫീൽഡും ക്ലാസിക്കൽ ഫിസിക്സ് ആയിട്ട് വ്യത്യാസമുണ്ട്. സമയത്തിന് നമുക്ക് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഉണ്ട്, ക്വാണ്ടം ഫീൽഡിൽ അതില്ല. ക്വാണ്ടം ഫീൽഡിൽ നമുക്ക് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഇല്ല. ഇപ്പൊ ഞാൻ രാഹുലിനെ ഹീൽ ചെയ്യുകയാണെങ്കിൽ രാഹുലിന്റെ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ആണ് ക്ലീൻ ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് പ്രസന്റിലാണ്. അപ്പൊ അവിടെ ടൈമിന് പ്രസൻസ് ഉണ്ടോ? ടൈമില്ല, ടൈമിന്റെ ഒരു വിഷയമില്ല. ഇപ്പൊ ചില ഹീലർമാർ വരും, ഇത് 30 ദിവസം എടുക്കും, 40 ദിവസം എടുക്കും, അങ്ങനെ. അത് റിപ്പീറ്റ് ആണ്. അത് റിപ്പീറ്റ്, അതായത് നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു, ആ വന്നതിന്റെ മുകളിൽ വീണ്ടും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആവുക. കാരണം ഒരു മാറ്റം വരേണ്ടതുണ്ട്. ആ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റം വന്ന ബോധത്തിലാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹീൽ ചെയ്യേണ്ടത്. അത് ടൈമിന്റെ അല്ല, ഒരു ബേസ് വേണമെന്നുള്ളതാണ്. ഇപ്പം ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയുന്നുണ്ട്, അഹം കാലോഷ്മി എന്ന് പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് കാലം. അതുകൂടിയാണ് മനസ്സിലാവുക. കാരണം കാലവും അദ്ദേഹത്തിന്റെ ഉള്ളിലാണ്. ഇപ്പൊ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ്. ക്വാണ്ടം ഫിസിക്സിൽ അത് പ്രൂവ് ചെയ്ത കാര്യമാണ്. കാരണം പാസ്റ്റ് പ്രസന്റ് അവരെ ഒരു എക്സ്പെരിമെന്റ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മൾ ഫ്യൂച്ചറിൽ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് ആറ്റത്തിന് ഇപ്പോഴേ മനസ്സിലാവും. ആറ്റത്തിന് നമ്മൾ എങ്ങനെ മാറ്റാൻ പോകുന്നത് ആറ്റത്തിന് നേരത്തെ അറിയാം. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് എന്തോ ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. ആ വിചാരിച്ച സംഗതിക്ക് അനുസരിച്ച് ആറ്റം ഇപ്പൊ തന്നെ പെരുമാറുന്നു. അപ്പൊ എങ്ങനെയാന്ന് മനസ്സിലാവും. ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് ആറ്റത്തിന് ഇപ്പൊ എങ്ങനെയാ മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഈ സമയമില്ല എന്നുള്ളത് മനസ്സിലാവും. അത് ഈ ഹീലിംഗിൽ അതുപോലെ തന്നെ. അതുകൊണ്ടാണ് ഈ ടൈം ട്രാവലിംഗ് സാധിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്വാണ്ടം തിയറി പ്രകാരം നമുക്ക് സാധിക്കാം, കഴിയുന്ന ആൾക്കാരുണ്ടാവാം. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണ്, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ നോക്കും ഇത് മാത്രമേ കാണുന്നു. ഈ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഒരാൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് റോഡൊക്കെ കാണാം ഇല്ലേ? ഒരു 100 നിലയുടെ മുകളിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാറ് ദൂരേന്ന് വരുന്നത് അങ്ങ് കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എവിടുന്ന് വന്നു, ഏത് ജന്മത്തിൽ നിന്ന് വന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അങ്ങനെ വിഷനുള്ള ഒരാൾക്ക് കാണാൻ കഴിയും. അതേ ഉള്ളൂ കാര്യം. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ സംശയിക്കട്ടെ, അപ്പൊ എല്ലാം നമ്മുടെ കർമ്മഫലമാണെന്ന് പല ഈ സ്പിരിച്വൽ ഹീലേഴ്സ് മൊത്തം പറയും. നമ്മുടെ അതായത് മുൻജന്മ കർമ്മമാകാം, ഇപ്പോഴത്തെ കർമ്മമാകാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത തലമുറയ്ക്ക് തന്നെ അതൊരു മാറ്റം വരാൻ പോകും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കർമ്മം ഉണ്ട്. നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഒരു ഇഫക്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ സയൻസ് ഇതാണ്. നമുക്ക് സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. അപ്പൊ അത് സ്ഥൂല ശരീരമുണ്ട്. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞ ബോഡിയാണ്. കാരണ ശരീരത്തിലാണ് ഇത് അടിഞ്ഞു കിടക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ തോട്ട്സും കാര്യങ്ങളും ആക്ഷൻസും ഒക്കെ തന്നെ ഈ സൂക്ഷ്മ ശരീരം, മനസ്സിന്റെ പല തലങ്ങളിൽ. ഒരു മനസ്സ് മാത്രമല്ല, ഇന്ത്യൻ ഫിലോസഫി പ്രകാരം പല തലത്തിൽ മനസ്സുണ്ട്. അപ്പൊ ഒരു മനസ്സല്ല, അത് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഇപ്പൊ സയൻസ് തന്നെ ഉപബോധ മനസ്സ്, ബോധ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് 2 ടൈപ്പിൽ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് 7 കൂടുതലുണ്ട്. ഇന്ത്യൻ ഫിലോസഫി ഇതെല്ലാം ചേർന്നാണ് സൂക്ഷ്മ ശരീരം. കാരണം ശരീരം സോളാണ്, അത് പ്യുവറാണ്, അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റും. ഈ സോളിനോട് ചേർന്ന് അല്ലെങ്കിൽ കാരണ ശരീരത്തോട് ചേർന്നിട്ടാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാവുക. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ കുറെ ഭാഗം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീബർത്ത് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മത്തില് എന്തെല്ലാണോ നമ്മൾ അക്യൂർ ചെയ്തിട്ടുള്ളത്, അക്യൂർ ചെയ്ത് അതുകൂടി കൂടിയാണ് നമ്മൾ. അല്ലാതെ സോളിന് ഇതൊന്നും ബാധിക്കുന്നത്, സോളിന് ഇതൊന്നും പറ്റി പിടിക്കുകയൊന്നുമില്ല. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കൂടെ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. അപ്പൊ ഈ കർമ്മമായിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങണം. അപ്പൊ പിന്നെ എല്ലാം അങ്ങനെയാണ്, പിന്നെ നമ്മളെന്ത് ചെയ്യേണ്ട കാര്യമാണ്? അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയിൽ കുറേയേറെ കാര്യങ്ങൾ മാറ്റം വരുത്തണം.
കുറേയേറെ കാര്യങ്ങൾ മാറ്റം വരുത്താൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളൊരു യൂസഫ് അലി ആണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കില്ല, അംബാനി ആണെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. കാരണം അതിന് നിങ്ങളെ കർമ്മ സപ്പോർട്ട് ചെയ്യണം. കർമ്മ തിയറി പ്രകാരം മുകേഷ് അംബാനിയും പിന്നെ യൂസഫ് അലിയും ഒക്കെ എങ്ങനെയായിരിക്കും? അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് കാരണമാണോ, കഴിവ് കാരണമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരു ലക്ക് കൂടെ വേണം. അതിനാണ് കർമ്മ എന്ന് പറയാ. ആ ഒരു സാധനം കിട്ടാൻ ഇപ്പൊ അതിന് വേണ്ടുന്ന ടെക്നിക്ക് കിട്ടുന്ന ഒരു സ്പാർക്ക് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അതിനൊരു പ്ലേസ് ഉണ്ടാവണം. അതെ അതെ. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അച്ചീവ്മെന്റ് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാരമാണ്, ഒരു കർമ്മ. കാരണം ആ കർമ്മ അതിന് സൂട്ടായതുകൊണ്ടാണ് ആ രീതിയിൽ അവരെക്കാട്ടും കഴിവുള്ള ആൾക്കാർ പിന്നെ ഇത് സൂപ്പർ മാർക്കറ്റിൽ നടത്തിയിട്ടുണ്ടാവും, അതിനേക്കാളും വിഷനുള്ള ആൾക്കാർ നടത്തിയിട്ടുണ്ടാവും. മുകേഷ് അംബാനിയെക്കാളും കഴിവുള്ള ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ സംരംഭകർ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കർമ്മ അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് അപ്പൊ ഒരിക്കലും പിന്നെ നമ്മുടെ 100% കർമ്മയല്ല, യോഗ അല്ല, നമ്മൾ പറയില്ല തലയിലെഴുത്ത്, 100% തലയിലെഴുത്തുന്നല്ല. നമുക്കതിൽ നല്ല രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ അതിനുള്ള എഫേർട്ട് ചിലപ്പോൾ കുറച്ചധികം എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാനും അത്യാവശ്യം സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും. അതിനൊക്കെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഡെസ്റ്റിനിയിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ വിൽ പവർ കൊണ്ട്, പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി, ഗുരുക്കന്മാരുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. കുറേയേറെ മാറ്റം, ഗുരുക്കന്മാർ എന്ന് പറയുന്നത് തന്നെ കർമ്മയിൽ മാറ്റം വരുത്തുന്ന ആൾക്കാരാണ്. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് അധികം അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. വൈ ദർ ഈസ് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മയിൽ ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് വേണ്ടിയാണ്. അങ്ങനെയൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പം അസുഖങ്ങൾ മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. ഹീലിങ്ങിലൂടെ മാറ്റം വരുന്നുണ്ട്. അവരനുഭവിക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കർമ്മയിലും മാറ്റം വരുന്നത്. അല്ലാതെ 100% കർമ്മയല്ല, അതിലൊരു പെർസെൻറ്റേജ് ഉണ്ട്. ആ പെർസെൻറ്റേജ് നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടി വരും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ വലിയ സംഭവങ്ങൾ, ഇപ്പം ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാവും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർമ്മ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് സാധിക്കില്ല. ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള, പക്ഷെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിക്കാനുള്ള. അവിടെ ഒരു ചോദ്യം, നമ്മുടെ കർമ്മ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തുകൂടെ? പറ്റും, ഒരു പരിധി വരെ. ആ പരിധിക്ക് മുകളിൽ നമ്മൾ പരിധി നിശ്ചയിക്കുന്നോണ്ടല്ല അവിടെ ഒരു പരിധിയെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം. ആ പരിധിക്ക് മുകളിൽ നമുക്ക് ഫുൾ പവർ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാം. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ നമുക്കറിയില്ലല്ലോ നമ്മൾ എന്താകും, നമുക്ക് കർമ്മം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ ഡെസ്റ്റിനികളൊന്നും കാര്യമായിട്ട് വിശ്വസിക്കാതെ തന്നെ ഡിസൈൻ ചെയ്യാൻ നോക്കണം. നമ്മളെ ഡെസ്റ്റിനിയെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് വളരെ മെച്ചപ്പെട്ട ഒരു ലൈഫ്, നമുക്ക് നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സന്യാസ സമൂഹം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കർമ്മ തിയറി കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഈ തലവിധിയിൽ അങ്ങോട്ട് ഒരുപാട് വിശ്വസിച്ചു പോയി. അവർക്ക് അവരുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്നില്ല. പക്ഷേ യൂറോപ്യൻ സമൂഹം, പാശ്ചാത്യ സമൂഹത്തിന് ആ ധാരണ ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും അവരെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരായിരിക്കും വിജയിക്കുകയും ചെയ്തു ഭൗതിക ജീവിതത്തിൽ. അപ്പൊ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പോകണം. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഭൗതിക ജീവിതത്തെ മറക്കുന്നതല്ല. ഭൗതിക ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ വിജയിച്ചുകൊണ്ട് സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ മുന്നോട്ട് പോയി അപ്പൊ നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ, ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ, അതായത് രണ്ട് ചിറകുകൾ പോലെ. ഒരു സൈഡിൽ നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് കൊണ്ടുവരണം, മറ്റേ സൈഡിൽ നമ്മൾ ഭൗതിക ജീവിതവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം. എല്ലാം ഉണ്ടാകുമ്പോൾ മനസ്സമാധാനം കൂടെ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്റ്റീവ് ജോബ്സ്, ആപ്പിളിന്റെ ചെയർമാൻ, വളരെയധികം വിജയിച്ചുള്ള ഒരു വ്യക്തിയാണ്. നമ്മളൊക്കെ വളരെയധികം ആരാധനയോട് കൂടി കണ്ടൊരു വ്യക്തി. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഇതിനായിരുന്നില്ല വന്നത്. അപ്പൊ ആ ഒരു പോരായ്മ, ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്തോ ഒരു നഷ്ടപ്പെട്ടു എന്നുള്ള തോന്നൽ എവിടുന്ന് വരുന്നു? അത് ഉത്ബോധമായി ബോധത്തിൽ നിന്ന് വരുന്ന. അതായത് നമ്മൾ ബാലൻസ്ഡ് അല്ല. ഇപ്പൊ മുകേഷ് അംബാനിക്കും ആ പ്രശ്നം ഉണ്ടാവും. സ്പിരിച്വൽ പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരുടെയും പെയിൻ, നമ്മുടെ ഉള്ളിലൊക്കെ തന്നെ ഒരു പെയിൻ. ആ പെയിൻ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെത്താനുള്ള ആ വെമ്പൽ നമ്മുടെ ഉറവിടത്തിലേക്ക്, അല്ലേ? അതാണ് സ്പിരിച്വാലിറ്റി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ടൂറിന് പോകും, ഒരു 10 ദിവസത്തെ ടൂറിന് നമ്മൾ പോകും. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള യാത്ര എന്തായിരിക്കും? 10ാമത്തെ ദിവസം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര, അല്ലേ? കാരണം എന്താ? നമുക്ക് വീട്ടിലെത്തിയില്ലേ സ്വസ്ഥതയാണ്.
ആ വീട്ടിലെത്താനുള്ള നമ്മുടെ നമ്മൾ എവിടെ നിന്നാണോ നമ്മുടെ ഉറവിടത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആ വെമ്പൽ നമ്മുടെ ഉള്ളിൽ പല രീതിയിലുള്ള പെയിനായിട്ട്, ഈ പെയിൻ കാരണമാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇത് മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ 2 കാറ് വാങ്ങുന്നു, വീണ്ടും വലുതാക്കുന്നു. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വീണ്ടും എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ പെയിൻ നിൽക്കും, അവസാനിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ശരിക്കും അത് നിൽക്കില്ല. നമ്മൾ മുകേഷ് അംബാനി അല്ലെങ്കിൽ യൂസഫിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആയാലും അദ്ദേഹത്തിന് ഈ പെയിൻ ഇപ്പോഴും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, ഈ വിജയിച്ച ആൾക്കാർക്കൊന്നും തന്നെ. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ സ്വഗൃഹത്തിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ പെയിൻ അവസാനിക്കുന്നത്. അല്ലാത്തടത്തോളം നമ്മൾ അവസാനം മനസ്സിലാക്കി ഇതിനു വേണ്ടിയായിരുന്നില്ല, എൻ്റെ പെയിൻ അതുപോലെ തന്നെ ബാക്കി കിടക്കുന്നു എന്ന് മനസ്സിലാക്കി.